ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ഡിയോ ജന സർവീസായിട്ട് നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ വർക്ക് ജന സർവീസ്, ആക്സിലേറ്റർ കേബിള് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റ് പോലെ റേസിങ് ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. അതേപോലെ ബ്രേക്ക് കേബിൾ ചെക്കപ്പ്, ലെഫ്റ്റ് സൈഡ് മിറർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ചെക്കപ്പ്, വാട്ടർ സർവീസ് ചെയ്യണം, എൻജിൻ ഓയിൽ ചെക്കപ്പ് മാത്രം പറഞ്ഞാണ്. പിന്നെ പ്ലഗ് ചെക്കപ്പ്, അതായത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇടയ്ക്ക് ഏത് വർഷോപ്പിൽ കൊടുത്ത് ചെയ്ത കേസ് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും കേസാണ് മെയിനായിട്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്ലോർ മാറ്റ് ഇടുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഓടിച്ചു നോക്കി വണ്ടി ഡീറ്റെയിൽ ആയിട്ട് സർവീസിനായിട്ട് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിനായിട്ടാണ് കയറ്റിയേക്കണേ. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻസുള്ള പാർട്സുകളുടെ ഡീറ്റെയിൽസൊക്കെ എല്ലാം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കി കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാൻ ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമ്മൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ്. തന്നെയല്ല അത് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോഡൽ, അതായത് കമ്പനി ആയിട്ടല്ലാത്ത പാർട്സ് ഉപയോഗിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ലൈനറിൻ്റെ ഒരയുന്ന സമയത്ത് പൊടി കൂടുതലായിരിക്കും. പൊടി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഹബിനും തേമാനം കൂടും. അത് നമുക്ക് അഡീഷണൽ എക്സ്പെൻസിലേക്കൊക്കെ പോകും. തന്നെയല്ല ബ്രേക്ക് പിടിക്കുമ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ആ ബ്രേക്ക് ഒരു വലിയ വണ്ടിയൊക്കെ ബ്രേക്ക് പിടിക്കുന്ന പോലെ ലൈനറിൻ്റെ സൗണ്ട് പോലെയൊക്കെ വരും. അത് നമുക്ക് ആ ലൈനറിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ലൈനർ മാറ്റിയിടണം. ഹബിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വലിയ സ്ക്രാച്ചസിലേക്ക് എത്തിയിട്ടില്ല. തേമാനം ഉണ്ട്. പക്ഷെ നമുക്കൊന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ മാറ്റി റീസെറ്റ് ചെയ്താൽ ഓക്കെ ആയിക്കോളും. പിന്നെ അതേപോലെ ഗിയറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തു. നല്ല ഓയിലാണ്, കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എയർ ഫിൽറ്ററും നമുക്ക് ഇതൊന്ന് നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററൊന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടക്കണേ. അപ്പോൾ തൽക്കാലം വേണ്ടി നമുക്ക് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത പ്രാവശ്യം മാറ്റണ സമയത്ത് ഒറിജിനൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ എഞ്ചിൻ ഹെഡിനകത്ത് കയറുന്ന കരിയുടെ അളവ് കൂടുതലായിരിക്കും. അതായത് നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. എഞ്ചിൻ ഹെഡിൽ ആ ഫയറിങ് കറക്റ്റായിട്ട് നടക്കില്ല. പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോൾ കരി കൂടുതൽ വരികയും അത് കാലക്രമേണ നമുക്ക് വലിയൊരു പണിയിലേക്ക് ആക്കി വയ്ക്കുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം മാറ്റിയിട്ടാൽ മതി. ഇതിപ്പോൾ കുറേശ്ശെ കൂടി ഓടിക്കുക, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ എയർ അടിച്ചാൽ ഇത് പേപ്പർ ടൈപ്പ് ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ എയർ അടിച്ച് കുറേയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ടൈം മാറ്റിയിടുമ്പോൾ കമ്പനി ആയിട്ട് ഇടാം. പിന്നെ അതേപോലെ ക്ലച്ച് സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്. ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ്. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം. ക്ലച്ചിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈ ടൈപ്പ് ക്ലച്ച് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും പാർട്സ് ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. നിലവിൽ നമ്മൾ അയച്ച് നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. കാരണം കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് പൊട്ടിയിരിക്കണം കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ ഒരു ലൈഫ് ആയിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടാം. അതല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴിപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. പിന്നെ ക്ലച്ചിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളൊക്കെ പറഞ്ഞ ഓരോ പാർട്ടുകളാണത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ക്ലച്ചിൽ വന്ന കേസുള്ളൂ. അപ്പോൾ ബെൽറ്റ് ഈ പറഞ്ഞ പോലെ കുറേ കഴിയുമ്പോഴത്തേക്ക് ഡാമേജ് വന്നായിട്ടാണ് നമ്മുടെ ഉപയോഗത്തിൻ്റെ അനുസരിച്ചിട്ട് തേമാനം വരികയും ഡാമേജ് വരികയും വന്ന പാട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നിലവിൽ നമുക്കത് മാറ്റേണ്ട ഒരു ടൈമാണ്. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിളും ചെക്ക് ചെയ്തിരുന്നു. ചോക്ക് കേബിൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആക്സിലേറ്റർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ സ്ലോ സ്പീഡൊക്കെ ചെറിയ കൂടുതലുണ്ടായിരുന്നു, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഹാൻഡിലുമേ ആക്സിലേറ്ററിന് ഒരു ഫ്രീ ആയിട്ടുള്ള സ്മൂത്ത്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേബിൾ മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ ആക്സിലേറ്റർ കേബിൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടാം വാട്സാപ്പിനകത്ത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പെർമിഷൻ തന്നാൽ അതനുസരിച്ച് മാത്രമാണ് എന്തെങ്കിലും നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോയിൽ എസ്റ്റിമേറ്റിൽ ഞാൻ പെടുത്തിയേക്കാം. പിന്നെ ഇത് കാർബറേറ്ററൊക്കെ നോക്കുമ്പോൾ അത് ക്ലീൻ ചെയ്തേക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് പഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്ന് പറയാറുന്നേ. പിന്നെ അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്, ഫുള്ള് ചെളിയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതേപോലെ ഓപ്പണായിട്ട് ഈ കണ്ടീഷനിൽ തന്നെ വണ്ടി സെറ്റ് ചെയ്യണേക്കാളും ഒന്ന് കഴുകി കയറ്റാണെങ്കിൽ നല്ലതാണ്. എവിടെയെങ്കിലൊക്കെ തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ കഴുകണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. നിലവിൽ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് സാധാ വാഷിംഗ് ആയിട്ടാണ് കണക്ക് കൂട്ടുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ അഴിച്ച് കഴുകുന്ന എക്സ്പെൻസ് അതിൻ്റെ എമൗണ്ട് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. മറ്റേ പടമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പുറമെ നമ്മൾ കാണുന്ന ഭാഗം മാത്രമാണ് കഴുകി പോവുക. അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ നല്ല ഡീറ്റെയിലായിട്ട് നമുക്ക് ചെയ്ത് കഴുകി വരുമ്പോഴത്തേക്ക് നമുക്ക് എമൗണ്ട് വ്യത്യാസം വരും. ഞാനത് എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ഈ സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ഇടയ്ക്ക് ടൈറ്റ് വീഴാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ ക്യാച്ചറൊക്കെ ഈ സൈഡ് നോക്കുമ്പോൾ നല്ല രീതിയിൽ തേമാനം വന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു 100 രൂപയുടെ അടുത്തെന്തോ റേറ്റേ ഉള്ളൂ. അത് വേണമെങ്കിൽ മാറ്റിയിടാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നീട് നമുക്കതൊരു പണിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷൊക്കെ നമ്മൾ ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയച്ചാണ്. അപ്പോൾ അത്യാവശ്യം ബുഷിൻ്റെ ഭാഗത്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
ഇത് നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷനാണ് ഫ്രണ്ട് വരണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ ബുഷൊക്കെ നല്ല രീതിയിൽ പോയി കിടക്കും. അത് എത്ര ഷെയ്ക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കാണിക്കുന്നത് കേട്ടോ. അത് രണ്ട് സൈഡും അതേപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബുഷ് ഓൾറെഡി പോയി കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഫ്രണ്ടിൽ നിന്ന് നമുക്കൊരു അടി വന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ ഷോക്കിൻ്റെ ബുഷും അത് നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. അപ്പോൾ മാറ്റുമ്പോൾ ഈ രണ്ട് ബുഷ് സെറ്റ് മാറ്റിയിടാണെങ്കിൽ ആ ഫ്രണ്ട് ഭാഗം വെച്ചിട്ട് സ്മൂത്ത് ആയിക്കോളും. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ട് ടയറായാലും പുതിയൊരു വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഈ ബുഷൊക്കെ പോയി കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഫ്രണ്ട് വെട്ടൽ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നിലവിൽ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ഫ്രണ്ട് ബുഷൊക്കെ മാറ്റുന്നത് നമുക്ക് ജനറൽ സർവീസ് തന്നെ വരും. അതിൻ്റെ പാർട്സിൻ്റെ എമൗണ്ട് മാത്രം മതിയാവും. ലേബർ ചാർജൊക്കെ നമുക്ക് സർവീസിൻ്റെ അകത്ത് പൊക്കോളും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ കവറുണ്ടല്ലോ, ഈ കവറിൻ്റെ ഈ ഭാഗമൊക്കെ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. ഈ സൈഡൊക്കെ പൊട്ടിയാകണം ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിൽ ക്ലിപ്പ് ഉണ്ടോ, അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ക്ലിപ്പ് വന്നതാണ്. പക്ഷെ അതൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് സൈഡിൽ നിന്നുണ്ട്. പിന്നെ തന്നെയല്ല നമുക്കതിൻ്റെ ബോഡി എല്ലാ സൈഡും സ്ക്രാച്ചാണ്. ഈ ഫ്രണ്ട് സൈഡുണ്ട്, ഇപ്പുറത്തെ സൈഡ് ഒട്ടുമിക്ക ഭാഗങ്ങളും സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താൻ വേണ്ടി വണ്ടി കയറ്റുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് പിടിച്ചാൽ വണ്ടി സെൽഫ് എടുക്കാത്തൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമുക്ക് ആ സ്വിച്ചിൻ്റെയാണ്. അപ്പോൾ ആ സ്വിച്ച് മാറ്റിയിട്ട് അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2024 ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് റെസ്റ്റിലേക്ക് വിടുമ്പോഴത്തേക്കും 8.58 വരെ വന്നുണ്ട് കേട്ടോ. ഒരല്പം ഡൗൺ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ വേറെ പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം ഉപയോഗിക്കാം. ഇതിൻ്റെ വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ പ്ലഗ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ ത്രെഡ് വരുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലാണ് പ്ലഗ് വരാം. അപ്പോൾ ആ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ഉള്ളിലങ്ങനെ വേറെ അങ്ങനെ കാര്യമായിട്ട്, അതായത് സാധാരണ പ്ലഗ് ത്രെഡൊക്കെ പോയി കഴിഞ്ഞാൽ ത്രെഡ് സ്ലീവൊക്കെ ചെയ്താണ് കയറ്റേണ്ടത്. അപ്പോൾ ഇത് നിലവിൽ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒടിഞ്ഞു പോയിട്ട് അത് വെൽഡ് ചെയ്ത് അഴിച്ചെടുത്തതായിരിക്കാം. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. പ്ലഗ് കാര്യങ്ങളൊക്കെ ടൈറ്റാക്കി ആവണമുണ്ട്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തു. നല്ല ഓയിലാണ്. ഓയിൽ മാറ്റേണ്ട ടൈമൊന്നും ആയിട്ടില്ല. പുതിയ ഓയിലാണല്ലോ. അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് ഇതിൻ്റെ ഈ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന ഈ യൂണിറ്റ്, എയർ ഫിൽറ്ററിൻ്റെ തന്നെ വേറൊരു ഫിൽറ്റർ യൂണിറ്റാണ് സെക്കൻഡറി ഫിൽറ്റർ എന്ന്. അത് മൊത്തം പൊടിഞ്ഞു പോയിട്ടുണ്ട്. ഇതൊന്നും മാറ്റിയിടണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിനകത്ത് ജനറൽ സർവീസിൽ വരാത്ത വർക്ക്, ജനറൽ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലേബർ ചാർജായിട്ട് വരുന്ന 600 രൂപയാണ്. അതിനകത്ത് നമുക്ക് ക്ലച്ച് ഗ്രീസിങ്, ഫ്രണ്ട് ബുഷ് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബുഷ് മാറ്റാണെങ്കിൽ നമുക്ക് അതിന് അഡീഷണൽ എമൗണ്ട് കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ ഈ ആക്സിലേറ്റർ കേബിൾ, അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകളൊക്കെ മാറ്റുമ്പോഴാണ് നമുക്ക് അതിന് റേറ്റ് വേരിയേഷൻ വരാം. ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഡേഴ്സ് പറയാൻ പറ്റുന്ന കേസുണ്ട്. ഫ്രണ്ടിലത്തെ ഈ 2 ബ്രേക്ക് കേബിളും കംപ്ലൈൻ്റ് ആണ്. അതായത് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഔട്ടർ വെല്ലി ഞാൻ കാണും. അപ്പോൾ 2 കേബിൾ നമുക്ക് മാറ്റിയിടണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഈ ഡാമേജുള്ള ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോസൊക്കെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.